ആദ്യമൊന്ന് പതിവിൽ നേരത്തെ എത്തി. ഓഫീസിൽ മനസ്സോടെ ഇരിക്കാനാവാത്തതുപോലെ, അവളെ കാണാതെ നെഞ്ചിലേക്ക് ഒതുക്കാതെ വയ്യുന്നതുപോലെ. പ്രണയം മാത്രമായിരുന്നില്ല അവന് സ്വാർത്ഥത. അവൾക്ക് വേറെയും അവകാശികളുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തോന്നുന്ന സ്വാർത്ഥത. മാൻഷന്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴേ കണ്ടു ഒരു ചർച്ചയ്ക്ക് എന്ന പോലെ ഇരിക്കുന്നവരെ. അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയുണ്ട്. ന്യൂജൻ മുഴുവനും അവിടെയില്ല. മീരയും. പ്രതീക്ഷയോടെ ആദിയുടെ മിഴികൾ ചുറ്റുമൊന്ന് അലഞ്ഞു. അവിടെയും കാണാതെയായതും വല്ലാത്തൊരു നിരാശ നിറഞ്ഞുപോയവനിൽ കൂടിയിരിക്കുന്നവരോടുള്ള ദേഷ്യമായിട്ടാണ് അത് പ്രകടിപ്പിച്ചതെന്ന് മാത്രം. ആദിയെ കണ്ടത് എല്ലാവരും സംസാരം നിർത്തി മൗനം പാലിച്ചിരുന്നു. അമ്മമാരുടെ മുഖത്തൊന്നും വലിയ തെളിച്ചമില്ല. ആദ്യമൊന്നും പക്ഷെ ശ്രദ്ധിക്കാനേ നിന്നില്ല. ഒരിക്കൽ മുറിഞ്ഞു പോയതൊന്നും ചേർത്ത് വെക്കുന്നവനല്ല. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ലെന്ന് കരുതുന്നവനാണ്. ഒരുപക്ഷെ അത് അവന്റെ മാത്രമേ ശരിയായിരിക്കും. ആദിമോനെ, ഒരു കാര്യം. അവളെ കാണാത്ത ദേഷ്യത്തിലും സങ്കടത്തിലും മുകളിലേക്ക് പോകാൻ തുനിഞ്ഞവൻ മുത്തശ്ശൻ വിളിച്ചതും ഒരു നിമിഷം നിന്നു. ഒരു നിമിഷം എല്ലാവരുടെയും മുഖമൊന്ന് വിടർന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ആരോട് സംസാരിക്കാനോ ആരെയും കേൾക്കാനോ നിൽക്കാറില്ലവൻ. അത് മോനെ, മാധവന്റെ അനിയത്തിയുടെ മകള് വേണിയില്ലേ? പറഞ്ഞു വന്നത് ആദിയുടെ കൈയുടെ മുഷ്ടിയിലുണ്ട്. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് നിന്നവൻ. ആ കുട്ടിക്ക് കമ്പനിയിലൊരു ജോലി. മുത്തശ്ശൻ പതിയെ പറഞ്ഞു നിർത്തിയതും അവരുടെ എല്ലാ ഉദ്ദേശം മനസ്സിലായതുപോലെ ആദ്യം ഒന്ന് ചിരിച്ചു. അടുത്ത നിമിഷം അവന്റെ വന്യമായ നോട്ടം മാധവന് നേരെ ചെന്ന് നിന്നു. ഒരു നിമിഷം ഒന്ന് പതറിപ്പോയിരുന്നു മാധവൻ. എതിരെ നിൽക്കുന്നവനെ അയാൾക്ക് നന്നായിട്ട് അറിയാം. ആ വീട്ടിൽ മറ്റാരെക്കാളും നന്നായിട്ട് ആദ്യം അറിയുന്നതും മാധവന് തന്നെയാണ്. മോനെ, നീയൊന്നും പറഞ്ഞില്ല. മകൾ ഫാമിലിക്ക് സ്വന്തമായിട്ടൊരു ഫാമുള്ളപ്പോ പെണ്ണുപിടിയനായ എന്റെ സ്ഥാപനത്തിൽ തന്നെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ ജോലിക്കെടുക്കണോ? തിരിഞ്ഞെന്നൊരു ചിരിയോട് ആദി ചോദിക്കുമ്പോൾ മുഖമടച്ചൊരടി കിട്ടിയതുപോലെ മുത്തച്ഛന്റെ മുഖമൊന്ന് വിളറി. അവന്റെ മുഖത്ത് പോലും നോക്കാനാവാത്ത വിധം എല്ലാവരുടെയും മുഖം കുരിഞ്ഞു പോയിരുന്നു. പുച്ഛിച്ചിരിച്ചുകൊണ്ട് ആദി തിരിയുമ്പോൾ ആദി കണ്ടിരുന്നു എല്ലാം കേട്ടുകൊണ്ട് സ്റ്റെയറിന്റെ മുകളിലായി നിൽക്കുന്നവളെ. ഒരു വേള ആദിയുടെ ഉള്ളമൊന്ന് കുളിർന്നു. പെണ്ണിന്റെ മിഴികളിൽ സംശയമാണ്. എല്ലാവരെയും കാര്യമറിയാതെ മാറി മാറി നോക്കുന്നുമുണ്ട്. ഇവിടെ നടന്നെല്ലാം അവൾ കേട്ട് കാണുമെന്നത് ആദിക്കും മനസ്സിലായി. ഒരു നിമിഷം അവളെ നോക്കുപോലും ചെയ്യാതെ കടന്നുപോയതേയുള്ളൂ ആദി. ചുവന്ന് കലങ്ങിയ അവന്റെ മിഴികൾ. ഉള്ളിലെ ദേഷ്യം എത്രമാത്രമാണെന്ന് മീരക്കും മനസ്സിലായി. എന്നിട്ട് പോലും ഒത്തിരി സങ്കടം വന്നു പോയവൾക്ക്. എപ്പോഴും കുറുമ്പും കുസൃതിയും പ്രണയവുമായി തന്നെ നോക്കുന്നവനാണ് ഒരു വാക്ക് പോലും മിണ്ടാതെ, ഒരു നോട്ടം പോലും നൽകാതെ കടന്നുപോയത്. അവിടെ എന്താണ് നടന്നതെന്ന് പോലും മറന്നുപോയിരുന്നു പെണ്ണ്. ആദിയുടെ കിളിക്കുഞ്ഞിന്റെ മുഖത്ത് സങ്കടം വന്ന് നിറഞ്ഞുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആദിക്ക് ഇഷ്ടമില്ലാത്തൊന്നും പറയാൻ നിൽക്കരുതെന്ന്. അച്ഛനത് കേട്ടോ? സുധാമ മുത്തശ്ശനെയും മാധവനെയും നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. സീതാമ്മയും ഇന്ദ്രച്ചനും വിങ്ങുന്ന മനസ്സുമായി നിൽപ്പാണ്. ജന്മം നൽകിയിട്ടും സ്വന്തം മകനെ വിശ്വസിക്കാതെ പോയതിന്റെ കുറ്റബോധം അവരിൽ നിറഞ്ഞു. മാധവ, വേണിമോൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കാം. ആദിയെ ഇനി ഒന്നിനും നിർബന്ധിക്കാൻ എനിക്കും ആവില്ല. മുത്തശ്ശൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും. മാധവൻ മാത്രം തന്റെ ഉദ്ദേശങ്ങളെല്ലാം നടക്കാതെ പോകുന്ന അമർഷത്തിൽ അവിടെ തന്നെ നിന്നു. ആദ്യം മുഖം തിരിച്ചു പോയതിന്റെ സങ്കടത്തിൽ ഇരിപ്പാണ് മീര. ഒപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ അവൾക്ക് തോന്നി. സീതാമ്മ കരയുന്നതും ഗീതാമ്മയും സുധാമയും ആശ്വസിപ്പിക്കുന്നതുമൊക്കെ അവൾ കണ്ടു. പക്ഷെ ആരോടൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്ത് ചോദിക്കണമെന്ന് പോലും അറിയില്ലെന്നതാണ് സത്യം. എല്ലാവരും ഓരോ ഭാഗത്തായതും മുറിയിലിരുന്നിട്ട് ഇരിപ്പുറക്കാതെ ആദിയുടെ റൂമിലേക്ക് നടന്നവൾ ഡോർ ഹാൻഡിൽ പിടിച്ചു തുറക്കുമ്പോൾ എന്തിനോ ആദ്യമായി അവളിൽ ഭയം നിറഞ്ഞു. ബെഡിലായി അലസമായി കിടക്കുകയാണ് ആദി. അവനരികിലേക്ക് ചെല്ലാനോ തിരിച്ചു പോകാനോ ആവാതെ കുറച്ചു സമയം അവിടെ തന്നെ നിന്നുപോയി മീര. അപ്പു, ഇവിടുവാ. അവളെ നോക്കാത്തന്നെ ആദ്യം പറഞ്ഞതും ഡോറ് ചാരിക്കൊണ്ട് അവനരികിലേക്ക് ചെന്നവൾ അരികിൽ വന്ന് നിൽക്കുന്നത് അറിഞ്ഞതും മുഖമുയർത്തി അവളെ നോക്കി ആദി. താൻ വഴക്ക് പറയുമോ എന്നുള്ള ഭയത്തിലാണ് നിൽപ്പ്. അതിയായ വാത്സല്യമാണ് ആദിക്ക് തോന്നിപ്പോയത്. ഒന്നുമേ ചിന്തിക്കാതെ അവളെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് മടിയിലേക്ക് തലവെച്ച് കിടന്നവൻ. വയറിലും തുഴയിലുമായി ആ മുഖം അമർന്ന് ഉള്ളിലേക്കെടുത്ത ശ്വാസം പോലും വിടാനാവാതിരിപ്പാണ് മീര. മുഖമൊന്നുയർത്തി ആ മുഖത്തെ ഭാവത്തിലേക്ക് ഒരു നിമിഷം കൊതിയോടെ നോക്കി നിന്നു ആദി. ഭയമില്ല അവളിൽ, ഒരുതരം വെപ്രാളമാണ്. താൻ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെയും അവൾ ഇങ്ങനെയാണ്. നിനക്കൊന്നും ചോദിക്കാനില്ലേ അപ്പു? ആദി ചോദിക്കുമ്പോൾ മാത്രം പിടഞ്ഞുകൊണ്ടിരുന്ന മിഴികൾ അവനിൽ ഉറച്ചു നിന്നു. സംശയമായിരുന്നു അവളിൽ. എന്ത് ചോദിക്കാനെന്നൊരു ചോദ്യവും. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അപ്പു, അയാൾ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന്. നിന്നെ ഈ വിധമാക്കിയെടുത്തത് മനഃപൂർവ്വമാണെന്ന്. ഉള്ളിലായി ഓർത്തുകൊണ്ട് അവിടെ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ. ഒന്നിനോടും പ്രതികരിക്കാൻ അറിയാത്തൊരു പെണ്ണ്, എന്തിനേയും ഭയത്തോടെ കാണുന്നവൾ. ഇന്നത്തെ കാലത്ത് ആരുണ്ടാവും ഇവളെ പോലെ? എത്ര പാവമാണെന്ന് പറഞ്ഞാലും അവരൊക്കെയും ചോദിക്കാനുള്ള ചോദ്യമെങ്കിലും ഉണ്ടാവുന്നവരാവും. പക്ഷെ ഇവൾ
ഒന്ന് നിശ്വസിച്ചു പോയിരുന്നു ആദി. താഴെ ഉണ്ടായത് എന്താണെന്ന് അറിയണ്ട അപ്പു. അതെന്താ? എനിക്കറിയാം എൻ്റെ ആദിയേട്ടൻ തെറ്റിയില്ലെന്ന്. ആ മറുപടിയിൽ അവന്റെ മിഴികളൊന്ന് തിളങ്ങി. അത്രമേൽ ഹർഷത്തോടെ ഉള്ളമൊന്ന് കുതിച്ചു. എന്ത് തെറ്റിയില്ലെന്ന്? പറഞ്ഞില്ലേ, പെണ്ണ്. മുഴുവൻ പറയാൻ കഴിയാതെ ദയനീയമായി ഒന്ന് നോക്കിയവൾ ആദ്യമൊന്ന് ചിരിച്ചുപോയി. ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കുഞ്ഞു കൈ പിടിച്ച് അതിലായി അമർത്തി ചുംബിച്ചവൻ. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ കിളിക്കുഞ്ഞെ? ആ ഒരു ചോദ്യത്തിന് ഒരു നിമിഷം പോലും ആലോചിക്കാനുണ്ടായിരുന്നില്ല മീരയ്ക്ക്. ഈ ഒരാളോടുള്ളത് പോലെ ആരെയും വിശ്വാസമില്ല അവൾക്ക്. ഹൃദയം നിറഞ്ഞു പോകുന്ന പോലൊരു സ്നേഹം തോന്നിയവന്. ആ വിശ്വാസം ഇവിടെ അജുവിനൊഴിച്ച് ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പു. ഇപ്പോഴൊന്നും ചോദിക്കാനില്ലേ? ആദിക്ക് അവൾ നോക്കുന്നവരും പാവം തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ എവിടെയോ ഒരു നോവ്. ശരി, എന്റെ കിളിക്കുഞ്ഞിനോട് മറ്റൊരു കാര്യം പറയട്ടെ. ഞാൻ നിന്റെ ആരാ? ആദിയേട്ടൻ. അവനൊന്ന് ചിരിച്ചു. അതെ, ആദിയേട്ടൻ അപ്പുവിന്റെ ആരാ? എന്റെയാ. അടുത്ത നിമിഷം ആദ്യം ഉയർന്നുകൊണ്ട് അവളുമായി ബെഡിലേക്ക് അമർന്നു. ദൃഢമായ അവന്റെ ശരീരം അവളുടെ മൃദുമേനിയെ ഞെരിച്ചു. ഒരു തീകോളം വിഴുങ്ങിയതുപോലെ പിടഞ്ഞു പോയവൾ. പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ചേർത്ത് പിടികളുള്ള ഓരോന്നും പുതുവികാരങ്ങളാണ് നിറക്കുന്നത്. ആദിയുടെ പ്രണയത്തോടെയുള്ള സ്പർശനങ്ങൾ ഓരോന്നും വേർതിരിച്ചറിയാനാവും അവൾക്ക്. ഇമചിമ്മാതെ തീക്ഷ്ണമായ മിഴികളോടെ ആദി അവളുടെ ഓരോ ചലനവും ഉറ്റുനോക്കി. അവളിലെ ഓരോ അണുവിനെയും പഠിക്കുന്ന പോലെ. നീ എന്റെ ഭാര്യയാണ് അപ്പു, എന്റെ പാതി. പതിയെ പറയുന്നവൻ. മീരയുടെ കാതിൽ അത്രയും ആഴത്തിൽ അവ തുളഞ്ഞു കയറി. മനസ്സിലായോ? ഇത് നമ്മുടെ റൂമാ. ഇതിനുള്ളിലേക്ക് കയറി വരാൻ ഇനി എൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. എനിക്ക് നിന്നോട് പ്രണയമാണ് അപ്പു. നിന്റെ ഓരോ ചലനങ്ങളോട് പോലും കൗതുകമാണ്. തന്നിൽ തട്ടിയകലുന്ന അവൻ്റെ ഓരോ നിശ്വാസ ചൂടിലും ഉരുകുന്നുണ്ടായിരുന്നവൾ. ഞാൻ നിന്നെ സ്നേഹിക്കും, പ്രണയിക്കും, കൊഞ്ചിക്കും. അതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മാറിലായി മുഖമമർത്തി ചുംബിച്ചവൻ. ഒന്നേങ്ങിക്കൊണ്ട് അവന്റെ മുടിയിൽ മീരയുടെ വിരലുകൾ അമർന്നു. നിമിഷങ്ങളോളം അവന്റെ ചുണ്ടുകൾ അവിടെ വിശ്രമം കൊണ്ടു. അവളിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. തനിക്കിടയിൽ അമർന്ന അവളുടെ ഉടലിന്റെ പിടച്ചിൽ അറിയുന്നുണ്ടായിരുന്നു ആദി. പക്ഷെ അകന്നു മാറാനോ അവളെ തന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനോ അവൻ തയ്യാറായിരുന്നില്ല. പാമ്പറിങ് മാത്രമല്ല അവൾ അറിയേണ്ടത്. തന്റെ പ്രണയവും വികാരങ്ങളും അവൾ അറിയണം. തിരികെ അവളും പ്രണയിക്കണം. അവൾക്ക് തന്നിലുള്ളതൊരു കംഫർട്ട് സോൺ മാത്രമാണ്. ഒരുപക്ഷെ തന്റെ ദേഷ്യത്തിൽ മാത്രമില്ലാതാവുന്നൊരു കംഫർട്ട് സോൺ. തന്നോടുള്ള പ്രണയത്തിന് മുകളിലാണ് അവൾക്ക് ഭയമെന്ന വികാരം. അതിനെ മറികടന്ന് അവിടെയും പ്രണയം നിറക്കണം. സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് അവൾക്ക് ബോധ്യമാവണം. അപ്പു, പ്രണയിക്കാൻ പഠിച്ചാലോ? ഏറെ നേരത്തിനൊടുവിൽ മുഖം അമർത്തി അവൻ ചോദിക്കുമ്പോൾ കൗതുകത്തോടെ ആ മിഴികളിലേക്ക് നോട്ടമെയ്ത് നിന്നവൾ. അവളുടെ നേർന്നുപോയൊരു മുകളിൽ ആദ്യമൊന്ന് ചിരിച്ചു. നിന്നിലൊരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് അപ്പു. നിന്റെ നോട്ടവും ഭാവവുമെല്ലാം അതുപോലെയാണ്. അവിടെ നിന്നും ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും ആദിയുടെ പ്രണയിനിയാവാൻ. ഓർത്തുകൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളെ അവളായി തന്നെ പ്രണയിക്കാനാണ് അവനിഷ്ടം. പക്ഷേ പ്രണയം, അതിന്റെ തീവ്രത എല്ലാം പഠിക്കേണ്ടി വരും അവൾ. അതും അവനിൽ നിന്ന് തന്നെ.